വിജയേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പോഴൊന്നുമില്ല. കുറച്ചു മുമ്പ് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ടാണ് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയത്. സതിരിക്കൂ. എനിക്ക് സതിയോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഇന്നലെ രാത്രി അച്ഛന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ വീട്ടിലെത്തണമെന്ന്. ഇപ്പോ പോകണ്ട വിജയേട്ടാ. അച്ഛന്റെ സ്വഭാവം സതിക്ക് അറിഞ്ഞുകൂടാ. രാജകൽപ്പനയാണ്. ഫോണിന്റെ റിസീവർ വെച്ച ഉടനെ വണ്ടി കയറേണ്ടതാണ്. സതിയോട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് ഇത്രയും വൈകിയത്. പോകാൻ തന്നെ തീരുമാനിച്ചു. പോകാതിരിക്കാൻ പറ്റില്ല സതി. ഇനി വിജയേട്ടൻ ഇങ്ങോട്ട് വരണമെങ്കിൽ അച്ഛൻ പറഞ്ഞാലല്ലേ വരൂ. സതി എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനൊരു പാവമാണ് വിജയേട്ട. എന്തിനാ കരയുന്നത്? വിജയേട്ടന് അത് മനസ്സിലായില്ലേ? സതി, നമ്മൾ സ്നേഹിച്ചു. ഈ ബന്ധത്തിൽ വിജയേട്ടന് നേട്ടമാണുള്ളത്. എനിക്ക് എന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. സതി, സതി എന്താണ് ഈ പറയുന്നത്? എത്രയോ പെണ്ണുങ്ങൾ ഇതുപോലെയുള്ള ചതിയിൽ കുടുങ്ങിയിരിക്കുന്നു. എന്റെ വിധി അത് തന്നെയാണ്. സതി, എന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിപ്പോയി വിജയേട്ട, തെറ്റിപ്പോയി. ഞാൻ പോയിട്ട് ഉടനെ മടങ്ങി വരും സതി. ഇല്ല, നിങ്ങൾ ഒരിക്കലും വരില്ല. നിങ്ങൾ എന്നെ ചതിക്കും. സതിക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെന്നെ വഞ്ചിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. ശരി, ഞാനൊന്ന് പോകുന്നില്ല. നിന്നെ ഒരിക്കലും വഞ്ചിക്കയില്ലെന്ന് നാളെ നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ അവിടുന്ന് പോകും. Wish you a happy married life. Thanks, sir. ഇരിക്കൂ വിജയ. എന്താ കവി? നിങ്ങളൊന്ന് പിറങ്ങിയോ? കാര്യം എന്താണെന്ന് പറയൂ സതി. എന്താ സതി ഇത്? എന്താ? വിജയനെങ്കിലും പറഞ്ഞുകൂടെ? എന്ത് സംഭവിച്ചു? അത് പറയാനാണ് ഞാൻ വന്നത്. എങ്കിൽ പറയൂ. ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടാണ് വരുന്നത്. വിജയൻ, ഇത് സത്യമാണോ സതി? അതെ, സത്യമാണ്. സതി, നീ എന്താണ് കാണിച്ചത്? നിന്റെ അച്ഛൻ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ മനുഷ്യനോട് ഞാൻ എന്ത് സമാധാനം പറയും? വിജയൻ, നിങ്ങൾ എന്തൊരു അഭിമാനമാണ് കാണിച്ചത്. ഇവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് വേണമായിരുന്നു. ഇവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. നിനക്കും അച്ഛനില്ലേ, കുടുംബമില്ലേ? ഇവരൊക്കെ കൂടി ആലോചിച്ചിട്ട് വേണ്ടായിരുന്നു ഇക്കാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള ധൈര്യമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ച് നിങ്ങളുടെ വിവാഹം നടത്തി തരില്ലേ? ടീച്ചർ, സതിയുടെ അച്ഛന്റെയോ അമ്മയുടെയോ സമ്മതം ടീച്ചറിന് വാങ്ങാൻ കഴിയും. എന്റെ വീട്ടിലെ സ്ഥിതി അതല്ല. സതിയെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനായി എന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയില്ല. അതാണ് എന്റെ അച്ഛൻ. വിജയൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചർ, ഞാനിവളെ സ്നേഹിച്ചു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഞാനിവളോട് യാത്ര ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞത് ഞാനിവളെ വഞ്ചിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കഥകൾ അത്തരത്തിലുള്ളതായിരിക്കാം. ഇവളെ വിവാഹം കഴിക്കാതെ എനിക്ക് പോകാം. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഞാൻ വഞ്ചകനും ചതിയനുമാണെന്ന് കരുതി ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കും.
ഒരു നിമിഷം പോലും ഇവളെന്നെ അങ്ങനെ കരുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ രജിസ്റ്റർ വാങ്ങാൻ ചെയ്തത്. പറയൂ ടീച്ചർ, ഞാൻ ചെയ്തത് തെറ്റാണോ? ശരിയാണ്.